ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊക്കവടയുടെ റെസിപ്പിയുമായാണ്. ഇപ്പോൾ നോമ്പൊക്കെയല്ലേ, അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പൊക്കവട ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന പൊക്കവടയുടെ വീഡിയോ നമുക്ക് കാണാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പിലയും അരിഞ്ഞെടുത്തത്. അരിഞ്ഞു വെച്ച ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം കുഴച്ചെടുക്കുക. ഉള്ളിയിലേക്ക് ഉപ്പ് നല്ലവണ്ണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് നല്ലോണം കുഴച്ച് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇട്ട് കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സാക്കി എടുക്കുക. കുറച്ച് ലൂസിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാൻ. കുറച്ച് ലൂസായാൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ബലൂൺ പോലെ പൊന്തി വരും. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കാം. തിളച്ച എണ്ണയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല പൊങ്ങി വരുന്നില്ലേ? അപ്പോൾ ലൂസായ മാവാകുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പൊങ്ങി വന്നോളും. ഇനി നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഗോൾഡൻ നിറമാവുമ്പോൾ കോരിയെടുക്കാം. അപ്പോൾ പൊക്കവടയ്ക്ക് ഉണ്ടാക്കൽ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.